എറണാകുളം മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെ പോലീസിൽ പരാതി നൽകാൻ കളമശ്ശേരിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ കുടുംബം. ആശുപത്രി അധികൃതരുടെ വീഴ്ചയെ തുടർന്നുണ്ടായ കൊലപാതകമെന്ന് ആരോപിച്ച ഭാര്യ റിനി ലാമ നീതി വേണമെന്നാവശ്യപ്പെട്ടു. സൂരജ് ലാമയുടെ മൃതദേഹം കളമശ്ശേരിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. നവമി ദിനേശ് വിവരങ്ങൾ പങ്കുവെക്കും. നവമി, കേരളത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത്, സംശയമില്ല. ഇത് ആരോപണം എന്താണിപ്പോൾ കുടുംബത്തിന്റെ? രഞ്ജിത്ത്, ഗുരുതരമായിട്ടുള്ള വിമർശനം തന്നെയായിരുന്നു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഈ കളമശ്ശേരി HMT ഭാഗത്തു നിന്നും കണ്ടെത്തിയ മൃതദേഹം സൂരജ് ലാമയുടേതാണെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത്. അത് കണ്ടപ്പോൾ തന്നെ കോടതി ആദ്യം ചോദിച്ചത് ലജ്ജ തോന്നുന്നു എന്നാണ്. കാരണം എന്തുകൊണ്ടാണ് പോലീസ് കൃത്യമായിട്ടുള്ളൊരു പരിശോധന നടത്താത്തത്, അന്വേഷണം നടത്താത്തത്? പ്രത്യേകിച്ച് മാനസികമായി വെല്ലുവിളി നേരിടുന്ന ഒരു മനുഷ്യനെ, അതും ഈ നാടിനെ കുറിച്ച് അറിയാത്ത ഒരു മനുഷ്യനെ എങ്ങനെയാണ് ഇത്രയും നിസ്സാരനായി പുറത്തേക്ക് വിടുന്നതും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാതെ പോയതെന്ന തരത്തിലുള്ള രൂക്ഷ വിമർശനം ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് രാവിലെയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയത്. വളരെ വൈകാരികമായിട്ടുള്ള ഒരു നിമിഷം തന്നെയായിരുന്നു. കാരണം ഏറെ പ്രതീക്ഷയോടുകൂടി തന്നെയായിരുന്നു സൂരജ് ലാമയുടെ മകൻ കേരളത്തിലെത്തുകയും തന്റെ പിതാവിന് വേണ്ടി അദ്ദേഹം സ്വയം അദ്ദേഹത്താൽ കഴിയുന്ന രീതിയിലൊക്കെ അന്വേഷണം നടത്തി, മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയുള്ള ഒരു അന്വേഷണം നടത്തി. പിന്നീടാണ് ഹെബിയസ് കോർപ്പസ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നത്. പക്ഷേ ആ പ്രതീക്ഷയ്ക്കെല്ലാം വിഫലമായിട്ടായിരുന്നു പിന്നീട് നമ്മൾ കണ്ടത്. രാവിലെ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി നെടുമ്പാശ്ശേരി SHO നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം കളമശ്ശേരി പൊതുശ്മശാനത്തിൽ സംസ്കാരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. അതിനിടയിലാണ് ഭാര്യ വളരെ വൈകാരികമായിട്ടുള്ളൊരു പ്രതികരണം നടത്തിയത്. റിനി ലാമ പറയുന്നത് ഇത് കേവലം ഒരു മരണമായി കണക്കാക്കരുത്, പകരം ഒരു കൊലപാതകമാണ്. കാരണം ഈ സിസ്റ്റമാണ് തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയത്. ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയ തന്റെ ഭർത്താവിനെ കൃത്യമായിട്ട് സഹായം നൽകിയിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഗതി വരില്ലായിരുന്നു, അദ്ദേഹത്തിന്റെ മൃതദേഹം ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു എന്ന വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സൂരജ് ലാമയുടെ ഭാര്യ നേരത്തെ പ്രതികരിച്ചിരുന്നു. വാക്കുകളിലേക്ക് बोल दिया मर गया बोल के नहीं, हमें चाहिए, हम इंसाफ चाहिए, प्लीज हेल्प अस, प्लीज प्लीज केरला, प्लीज हेल्प अस फॉर माय हस्बैंड. I'm telling you this is, I'm going for into this murder case only. ये हॉस्पिटल में आकर थोड़ा तो भी देखभाल करते तो थोड़ा तो भी एक बॉटल ड्रिप्स तो भी देता, मेरा हस्बैंड बच जाता. 5 to 6 hours he was in this hospital only. They didn't take care anything. Then airport police station, then your airport CLR airport, there also didn't help for my husband. So please help us, for me and my son, to give that respect for my husband. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകണം. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.